ഇതാ രണ്ടാമതൊരു SIT LDF-ന് ആശങ്കയ്ക്ക് വകയുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് LDF-ന് ആശങ്കയ്ക്ക് വകയുണ്ടാകുന്ന ഒരു കാര്യവുമില്ല. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. മറ്റൊരു SIT അന്വേഷണം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രംഗത്ത് വരാൻ പോകുന്നത് നല്ലത് തന്നെ, അന്വേഷിക്കട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കോ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നിട്ട് കാരണം 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു തരത്തിലുള്ള വർഗീയമോ വംശീയമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിദ്വേഷങ്ങളും ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള അത്തരം വർഗീയ ശിഥില പൊതുവായി പറഞ്ഞുകൊണ്ടാ ശ്രീ രാജേഷ്, അതിപ്പോ മാത്രമല്ല അതിനു മുമ്പുള്ള ദശാബ്ദത്തിലും കേരളത്തിൽ കാര്യമായിട്ട് വർഗീയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ സ്ട്രേറ്റ് അവേ ഞാൻ വീണ്ടും ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ഈ കാഫിർ സ്ക്രീൻഷോട്ട് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആ വിവാദം യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ കരുതുന്നത്. എവിടെയാണ് എത്തി നിൽക്കുന്നത്? അപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത്? SIT ഇപ്പോൾ അന്വേഷിക്കട്ടെ. അന്വേഷണം എവിടെയാണ് എത്തി നിന്നിരുന്നത്? പിന്നെന്താണ് ഞാൻ മനസ്സിലാക്കാം. എവിടെയാണ് എത്തി നിന്നിരുന്നത്? അല്ലല്ല, അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലായി. ഏതെങ്കിലും തരത്തിലുള്ള അല്ല വസ്തുത എന്നല്ലല്ലോ. അല്ല, നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആദ്യം ഒരു അധ്യാപകനായ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് കൂടിയായ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ റിബേഷ് എന്നൊരു അധ്യാപകനിലേക്ക് എത്തി. അവിടെ അവർ എത്തിയത് കേരള പോലീസാണ്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുള്ള പോലീസാണ്, രമേശ് ചെന്നിത്തല പോലീസല്ല. എത്തിയിട്ട് എന്താണ് സംഭവിച്ചത്? അഥവാ ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ഒരു തരത്തിലുള്ള ആധികാരികമില്ലാത്ത ധാരാളം CPIM-ന് മാത്രമല്ല കോൺഗ്രസിനും അപ്പൊ അതുപോലുള്ള മറ്റു വലതുപക്ഷ സംഘടനകൾക്കെല്ലാം തന്നെ ഇതുപോലുള്ള സൈബർ വെട്ടുകളി കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു തരത്തിലുള്ള ആധികാരികതയും ഇല്ലാതെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും നുണകളും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലേക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കോ നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അതില്ല, ഈ മുഖമറിയാതെ ഒളിച്ചിരിക്കുന്നവരെ കാര്യം വിടാം. പക്ഷെ പറയുന്നവരുടെ കാര്യം ശ്രീ രാജേഷ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഊഹാപോഹത്തിലേക്ക് പോകുന്ന വസ്തുതകൾ വെച്ച് മാത്രമേ നമ്മൾ 1 മണിക്കൂർ സംസാരിക്കൂ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് എത്തി നിൽക്കുന്നത് ആദ്യം മനസ്സിലാക്കുന്നത് അമ്പാടിമുക്ക് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, റെഡ് ബാറ്റാലിയൻ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, റെഡ് എൻകൗണ്ടർ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്. ഇതൊന്നും മെഷീൻ ഓൺ ചെയ്ത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനമല്ല, മനുഷ്യർ തന്നെ രൂപപ്പെടുത്തിയ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതിൽ നിന്നും ഏറ്റവും അവസാനം എത്തിയതാണ്, ഏറ്റവും ആദ്യം ഇതിലേക്കും എത്തിപ്പെടുന്നത് ആരാണ്? റിബേഷ് രാമകൃഷ്ണൻ എന്ന അധ്യാപകനിലേക്കാണ്. മനുഷ്യനാണ് കേട്ടോ, റോബോട്ടല്ല, AI അല്ല. അപ്പോ അവിടെ എത്തിയത് ഇടതുപക്ഷത്തിന്റെ യുവനേതാവാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. അവിടെ എത്തി, കേരള പോലീസ് എത്തി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു ഇരുട്ടോട്ട് ഓട്ടയടക്കുന്ന കാര്യം അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കത് കാര്യം മനസ്സിലായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കാര്യം പിടി കിട്ടി. അപ്പൊ ഒരു ഉദ്ദേശമില്ല ശ്രീ രാജേഷ്, അങ്ങ് അത് പറയുകയേ ചെയ്യരുത്. ഞാൻ ചോദിക്കുന്നത് മുഴുവൻ പ്യുവർലി ഓൺ മെറിറ്റ് ആണ്. അല്ലെങ്കിൽ അതാത് സമയത്ത് അങ്ങനെ ചോദ്യം ചെയ്യാം. മെറിറ്റിലല്ലാതെ ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായെന്നേ. ഇപ്പൊ ഈ അമ്പാടിമുക്ക് സഹാക്കള് അങ്ങനെ പല സഹാക്കന്മാരും ഉണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കുറെ സഹാക്കന്മാരുടെ കുറെ സൈബർ ഇടങ്ങൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലും വരും. പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പറയൂ, റിബേഷ് രാമകൃഷ്ണൻ ഉത്തരവാദിത്തമുള്ളതാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ്, അധ്യാപകനാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വംശീയ വർഗീയ ഒരു സംഘർഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അദ്ദേഹം വിട്ടതെങ്കിൽ എനിക്കറിയില്ലാത്ത കാര്യം ഞാൻ പറയില്ല. ആണോ?
ഭയങ്കര. ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ അദ്ദേഹത്തെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന ഒരു അത് നിലയിലേക്ക് പറ്റില്ലെന്നേ. വരണമല്ലോ. അങ്ങനെ അത് അവിടെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ SIT സോഴ്സ് അല്ല, കിട്ടിയിട്ടില്ല, വരട്ടെ. ഉറവിടം അറിഞ്ഞില്ല. ഉറവിടം അറിഞ്ഞില്ല. അപ്പോ ഉറവിടം അറിയണമെങ്കിൽ എന്ത് വേണം? ഇയാളെ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. ഫോൺ പിടിച്ചെടുത്തു, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആര്? പിണറായി പോലീസ്. പിന്നെന്ത് പറ്റി? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഫലത്തിലാക്കാതെ പ്രതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആര്? പിണറായി പോലീസ്. ശ്രീ രാജേഷ്, വസ്തുത പ്യൂർലി മെറിറ്റ്. എന്തുകൊണ്ടാണത്? വസ്തുത തീർച്ചയായിട്ടും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വസ്തുതയാണല്ലോ പറയുന്നത്. അദ്ദേഹമാണ് പ്രതിയെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ശിക്ഷിക്കപ്പെടുമല്ലോ. ഇപ്പൊ SIT വരുന്നുണ്ടല്ലോ. SIT വന്നിട്ട് ഈ പറയുന്ന ഈ അദ്ദേഹത്തിന്റെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന് അല്ലെ എന്തെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അന്ന് വളരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പൊ ആ പോസ്റ്റിലായിരിക്കണം എന്നില്ല. ഈ അന്വേഷണ സംഘത്തിന് ഈ പരിശോധന ഫലം കിട്ടിയോ ഇല്ലയോ ഒന്നും നമുക്ക് അറിവില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇരുട്ടിലാണ്, ഇരുട്ടിൽ. അതിന്റെ താല്പര്യം എന്താണ്? അതൊക്കെ എനിക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അതെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ ഇറങ്ങിയിരിക്കുന്നത്. അവരിതെല്ലാം കണ്ടുപിടിക്കും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അതവരെല്ലാം കണ്ടുപിടിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ഇതാ ഇവിടെ ഇങ്ങനെ എനിക്കൊരു ചോദ്യമുണ്ട്. പോകേണ്ട കാര്യമുള്ളൂ. ചിലപ്പോ റിപ്പോർട്ട് പോലും കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയില്ലെന്ന് പറഞ്ഞ് പോലീസ് കള്ളപ്പറയുന്നതാകാം. അറിയില്ല നമുക്ക്. SIT ഇറങ്ങിയിരിക്കല്ലേ? നിങ്ങൾ സന്തോഷിച്ചാട്ടെ. SIT ഇറങ്ങിയിരിക്കല്ലേ? ഒരു DYFI പ്രവർത്തകനെ ഇതിപ്പോ നിങ്ങൾ എന്താണ് ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചോട്ടെ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഒറ്റ ചോദ്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ് ഇതെന്നാ? ഇത് LDFO അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഏതെങ്കിലും തരത്തിലുള്ള വംശീയ വിദ്വേഷത്തിന് ഗൂഢാലോചന നടത്തിയെന്നോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കുന്നത്? ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. വടകരയിൽ സാമുദായികമായി ഈ നാടിനെ, നല്ല നാടിനെ വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട്, അതിന്റെ പ്രഭവ കേന്ദ്രം LDFന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരാളുടെ ഭാഗത്തുനിന്നാണ് എന്ന് വരെ കേരള പോലീസ് കണ്ടെത്തി. അതൊന്നും എനിക്കറിയാൻ മേല. അയാൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് അയച്ച ശേഷം അതിന്റെ ഫലത്തിന് കാക്കാതെ പോലീസ് ഇത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ അങ്ങെന്താണ് മനസ്സിലാക്കുന്നത്? എന്നോട് പറഞ്ഞുതരൂ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ആ ഫലത്തിന് കാക്കാതെ പോലീസ് ഇത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണ്? പറയൂ. ഫലത്തിൽ കാക്കാതെ ക്ലോസ് ചെയ്യുന്ന ഫലത്തിൽ കാക്കാതെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഒഴിഞ്ഞു മാറരുത്. ഞാൻ വളരെ ചോദിക്കുകയാണ്. ഒരു വ്യക്തി വരെ എത്തി, അയാളുടെ ഫോൺ ഫോറൻസിക്കിന് അയച്ചു. ആ ഫലം കാക്കാതെ പോലീസ് പ്രതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല, അന്വേഷിക്കുക, അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഭരിക്കുന്നത് LDF അല്ലെന്ന് വിചാരിക്കുക. ഇനി പറയൂ അങ്ങ്. അതാ പറയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്നത് LDF UDF എന്നുള്ളതിന് അപ്പുറത്തേക്ക് അന്വേഷണം വരട്ടെന്ന് നമ്മളിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നേതാക്കന്മാരെ അന്വേഷണം LDFന്റെ കാലത്ത് പല വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.